രാജ്യമാകെ കാത്തിരിക്കുകയാണ് കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവറായിട്ടുള്ള അർജുന് വേണ്ടി. അതിനുള്ള രക്ഷാപ്രവർത്തനം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പക്ഷേ പലതരത്തിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങൾ ഈ സാഹചര്യത്തിൽ ഉയർന്നു വരുന്നുണ്ട്. കർണാടക സർക്കാരിൻ്റെ കൃത്യവിലോപത്തിൻ്റെ ചില സൂചനകളാണ് അർജുൻ്റെ കുടുംബം ആരോപിക്കുന്നത്. ഒപ്പം തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ കാട്ടുന്ന ചില മോശകരമായ പ്രവണതകളെയും കുടുംബം തന്നെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. രക്ഷാദൗത്യത്തിൻ്റെ വേഗം കൂട്ടണമെന്ന ആവശ്യം തന്നെയാണ് ഇപ്പോൾ കുടുംബം ഉന്നയിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും പ്രത്യേകമായ കത്തയച്ചിട്ടുണ്ട്. രക്ഷാദൗത്യത്തിന് വേണ്ടി ഇനി സൈന്യം ഇറങ്ങണമെന്ന ആവശ്യം തന്നെയാണ് പ്രധാനമായും മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഉടൻ തന്നെ അതേക്കുറിച്ചുള്ള ഒരു സ്ഥിരീകരണം ഉണ്ടാകുമെന്നും പ്രതീക്ഷിക്കുന്നു. ദൗത്യം ഒരു കാരണവശാലും ഇനി നിർത്തിവെക്കരുതെന്നും തിരച്ചിൽ കൂടുതൽ കാര്യക്ഷമമാക്കിയാൽ മാത്രമേ ജീവനോടെ കണ്ടെത്താൻ കഴിയൂ എന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. സൈന്യത്തെ ഇറക്കുക എന്നുള്ളതാണ് ഏക പോംവഴിയെന്നും നിലവിലെ സംവിധാനത്തിലുള്ള വിശ്വാസമൊക്കെ തന്നെ നഷ്ടമായി എന്നാണ് കുടുംബം പറയുന്നത്. കേരളത്തിൽ നിന്നുള്ള സന്നദ്ധരായി എത്തുന്നവർക്ക് അവസരം നൽകണമെന്നും കുടുംബം തന്നെ ആവശ്യപ്പെടുന്നുണ്ട്. സന്നദ്ധ പ്രവർത്തകനായിട്ടുള്ള രഞ്ജിത്ത് ഇസ്രായേൽ അടക്കം അവിടെ എത്തിയപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ തടയുന്നതും അവരോട് മോശമായി സംസാരിക്കുന്നതുമായിട്ടുള്ള വീഡിയോ ദൃശ്യങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതോടൊപ്പം ലോറിയുടെ ഉടമയ്ക്ക് മർദ്ദനമേറ്റതായിട്ടുള്ള ആരോപണവും ശക്തിപ്പെടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടി ഈ വിഷയത്തിൽ ഇടപെടണമെന്ന ആവശ്യം ഉയരുന്നത്. അർജുൻ്റെ രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടാണ് ഭാര്യയായ കൃഷ്ണപ്രിയ പ്രധാനമന്ത്രിക്ക് ഇപ്പോൾ കത്തയച്ചത്. രക്ഷാപ്രവർത്തനത്തിന് സൈന്യത്തെ വിന്യസിക്കണമെന്നാണ് ഭാര്യ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇമെയിൽ വഴിയാണ് സന്ദേശം അയച്ചിരിക്കുന്നത്. 5 ദിവസമാണ് പിന്നിട്ടിരിക്കുന്നത്. എന്നിട്ടും അർജുനെ ഇതുവരെയും കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അർജുൻ്റെ ലോറി കിടക്കുന്നു എന്ന് പറയപ്പെടുന്ന സ്ഥലത്തിന് 50 അടി മുകളിലായി മണ്ണ് കിടക്കുന്നതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയരുന്നത്. ഇത് മാറ്റാതെ യാതൊരു തരത്തിലും രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാനായി കഴിയില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതോടെയാണ് സൈന്യത്തെ കൂടി രക്ഷാപ്രവർത്തനത്തിന് നിയോഗിക്കണമെന്ന ആവശ്യം കുടുംബം ഉന്നയിക്കുന്നത്. അർജുന് വേണ്ടിയുള്ള തിരച്ചിൽ ഒരു കാരണവശാലും നിർത്തരുത്. കർണാടക പോലീസ് വേണ്ടത് ചെയ്യുമെന്ന് ആദ്യം കരുതിയിരുന്നു. പക്ഷേ അനാസ്ഥയാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. 3 ദിവസമായി മണ്ണെടുക്കുന്നു. ലോറി ഉടമകളിൽ ഒരാൾ അവിടെ എത്തിയിട്ടുണ്ട്. കർണാടക SP ലോറി ഉടമയായ മനാഫിനെ മർദ്ദിച്ച ഒരു സാഹചര്യം പോലും ഉണ്ടായി. അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ ജീവനോടെ കിട്ടുമോ എന്ന വേവലാതിയാണ് അർജുൻ്റെ അമ്മ പങ്കുവയ്ക്കുന്നത്. വളരെ വേഗത്തിൽ സൈന്യമെത്തി രക്ഷാദൗത്യം ഏകോപിപ്പിക്കണമെന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. മണ്ണ് നീക്കുന്നതിനിടയിൽ നിരവധി വണ്ടികളും വാഹനങ്ങളും മൃതദേഹങ്ങളും ഒക്കെ കിട്ടിയിരുന്നു. അതൊന്നും പുറത്തറിഞ്ഞിരുന്നില്ല. ഇതെല്ലാം പുറത്തറിയിക്കേണ്ട ഒരു സാഹചര്യമാണുള്ളത്. അവിടെ നമ്മുടെ ആളുകൾ, നിരവധി ആളുകളുണ്ട്. അവർ പോലും സുരക്ഷിതരാണോ എന്നുള്ള കാര്യം അറിയില്ല. 5 ദിവസം കർണാടക സർക്കാർ എന്താണ് ചെയ്തത് എന്നുള്ള ചോദ്യമാണ് അവർ പ്രധാനമായും ഉന്നയിക്കുന്നത്.